എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. अगर आपका गूगल एडसेंस अकाउंट डिसेबल हो चुका दोस्तों अगर आपका गूगल एडसेंस अकाउंट डिसेबल हो चुका है और उसको रीएक्टिवेट करना चाहते हैं या जो भी आपको फ्रस्ट्रेशन
DJ Caramel. ജസ്റ്റ് കുഞ്ഞിട്ട് വേണ്ട. നന്ദൻ, ഞാനിവിടെ 5 നിന്നാണ് വരുന്നത്. അപ്പം വേദിയിൽ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, പേരൻസ്, കുട്ടികൾ, എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ തുടങ്ങുകയാണ്. എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ബാല്യകാലം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും ബാല്യകാലമാണെന്ന്, അല്ലേ? എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാലം. ഇനി ഒരിക്കൽ കൂടി ഒന്നുകൂടി ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന ആ പഴയ ബാല്യകാലം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും വെറുതെ ഇരിക്കുമ്പം ആലോചിക്കാറുണ്ട്, ഒരിക്കലെങ്കിലും എനിക്ക് ആ ബാല്യകാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കാര്യം ഒന്നിനെക്കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട. ഇപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അറിയാം, അവർ ഓടി നടക്കുന്നു, കളിക്കുന്നു, പിന്നെ സങ്കടം വരുമ്പം കരയുന്നു, ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നു കഴിഞ്ഞാൽ സങ്കടം വന്നാൽ ചിലപ്പോൾ നമുക്ക് കരയാൻ പറ്റത്തില്ല, അപ്പോഴും ചിരിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഒരു മുഖം മൂടിയിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് മുതിർന്നു കഴിയുമ്പം. പക്ഷേ ബാല്യകാലം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏറ്റവും നിഷ്കളങ്കമായ കാലം. എന്നെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലം എന്ന് പറയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് തന്നെ അമ്മയെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യും. കാര്യം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ബാല്യം എന്ന് പറയുമ്പോഴേ അമ്മയായിരിക്കും ഓടി മനസ്സിലെത്തുന്നത്. കാര്യം എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞായിരുന്നു, ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പുസ്തകം എൻ്റെ അമ്മയാണെന്ന്. അതുപോലെ തന്നെയായിരിക്കും ഓരോ വ്യക്തികൾക്കും അവരുടെ അമ്മ തന്നെയായിരിക്കും ഏറ്റവും വലിയ പാഠപുസ്തകം. അപ്പം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എനിക്ക് കുറേയേറെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം കബീർദാസിൻ്റെ ഒരു ദോഹ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? പോത്തി പടിപടി ജഗുമുഖ പണ്ഡിത് ബയാന ഗോയ് ദായി അക്ഷര പ്രേമിക്ക പടേസു പണ്ഡിത് ഹോയ്. അതായത് വലിയ വലിയ പുസ്തകങ്ങളൊന്നും പഠിച്ചിട്ട കാര്യമില്ല. ഇപ്പം നമുക്ക് സ്നേഹം എന്ന് പറയുന്ന 2 അക്ഷരം, അത് എങ്ങനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രാവർത്തികമാക്കുന്നു എന്നതുള്ളതിലാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് പേരൻസ് തന്നെയാണ്. അപ്പം അമ്മ മാത്രമല്ല, അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന ആ ഒരു നമ്മുടെ കൂട്ടായ്മ, ഫാമിലിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കാര്യങ്ങളും പഠിക്കുന്നത്. ഇവരെന്താകണം എന്ന് തീരുമാനിക്കുന്നത് ഫാമിലിയാണ്. പക്ഷേ നമുക്ക് കുറേയേറെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മൾ കുറേയേറെ മൊബൈലും ടെലിഫോണും ഒക്കെ കൊടുക്കുമെങ്കിലും നമ്മൾ കുറേയധികം നമ്മുടെ ബാല്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യം, അവരുടെ മനസ്സെന്ന് പറയുന്നത് ടാബ്ല റാസ എന്ന് പറയും. അതായത് ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെയാണ് അവരുടെ മനസ്സ്. അപ്പം അതിൽ എഴുതുന്നത് കൂടുതലും ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പം ബാല്യത്തിൽ അവരുടെ മനസ്സിൽ എന്ത് കോറിയിടണം എന്ന് തീരുമാനിക്കേണ്ടത് നാം ഉൾപ്പെടുന്ന സമൂഹമാണ്. അപ്പം നമ്മുടെ ബാല്യകാലം ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യും. ഒപ്പം നമ്മൾ നല്ല മൂല്യങ്ങൾ, നല്ല മനോഭാവങ്ങൾ, നല്ല ശീലങ്ങൾ, ഇവയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അപ്പം നമ്മുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇതിന് നമുക്ക് ഓക്കെ. താങ്ക് യു. അപ്പം ഞാൻ എൻ്റെ റോസ്മേരി സിസ്റ്ററിനെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേര് ആതിര. ഇവിടെ LKG പഠിക്കുന്ന ശ്രീഹരിയുടെ അമ്മയാണ് ഞാൻ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം കുഞ്ഞുങ്ങൾക്കൊപ്പം എങ്ങനെ ചെലവഴിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ആയാലും അവരുടെ വളർച്ചയെ തന്നെ അവർക്കൊപ്പം നമ്മൾ കളിക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ അവരെ പോലായി മാക്സിമം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവട്ടെ
അവരോട് മാക്സിമം നമുക്ക് നമ്മൾ ഈ കുറച്ച് സമയമാവട്ടെ അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒഴിവ് സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളറ്, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഇതെല്ലാം അവരിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികൾ, ടോയ്സ്, ഇതെല്ലാം നമ്മൾ അവരിൽ നിന്ന് ചോദിച്ചറിയുമ്പോൾ നമ്മളോട് തന്നെയുള്ള അടുപ്പമാണ് അതിന് വഴി കൂടുന്നത്. ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരോടും അച്ഛന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, അവർക്കൊപ്പം നിൽക്കുവാനും പഠിക്കുവാനും എല്ലാത്തിനും അവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ. ഒരു മിനിറ്റ്. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. എൻ്റെ പേര് ജെസ്സി. എൻ്റെ മോൻ ഇവിടെ UKG ബിയിൽ പഠിച്ച വ്യക്തി എന്തുമാത്രം വിജയത്തിലെത്തുന്നതോ അഥവാ അവൻ്റെ ജീവിത വിജയത്തിലെത്തുന്നത് അതിന് കുടുംബം വളരെയേറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മളും പരസ്പരം മനസ്സിലാക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് ഈ ഒരു കുടുംബത്തിൽ നിന്നാണ്. ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടിയുടെ നല്ലൊരു സ്വഭാവ ഗുണവും ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്നത്. വേണമെന്നാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവരായി മാറുകയും അവരിൽ നമ്മളെയും കൂടി അവർക്ക് എങ്ങനെ പുതിയൊരു തലമുറയിൽ ഏറ്റവും നന്നായി വളരാമെന്നും എല്ലാം നമ്മൾ ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവരതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവർ നാളെ അതുപോലെ ചെയ്യാൻ പ്രയത്നിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ല നമ്മളൊരു ഫോഴ്സ് ചെയ്ത് കുട്ടികളോട് പറയുമ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതലും പേരൻസായ അച്ഛനും അമ്മയും ഇപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളെ കൂടി പ്രവർത്തിക്കുകയും അവരിനുള്ളിലെ കഴിവുകൾ കൊണ്ടുവരികയും അവരെന്തിനെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നതെന്നും അവർക്ക് ഇനി എന്തോത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവരെങ്ങനെ മാറുമെന്നുമുള്ളത് നമ്മൾ ഓരോ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഒഴിവ് സമയത്ത് കുറേ കളിപ്പാട്ടം ഇട്ട് കൊടുക്കുക, അങ്ങനെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നാലിയാ. കണ്ടൊരനാൾ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലായി കേറിയില്ലേ, കണ്ടൊരനാൾ മുതൽ കൺമണി നീ നെഞ്ചിലായി കേറിയില്ലേ, മേലെ താരകം നിന്നെ നിന്നു കുറി നിത്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. നല്ലൊരു കയ്യടി കൊടുത്തേ. കുറി നിത്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും.
ചൂടുള്ള ചുംബനം ചുണ്ടിലെ ഒറ്റത്തിരി മാത്രമേ യൂസ് ചെയ്യാവേ. ഒറ്റത്തിരി മാത്രമേ യൂസ് ചെയ്യാവൂ. തിലകക്കുറി നിന്തിരുനെറ്റിയിൽ ഓക്കെ, സിന്ദൂരമായി പടരും നെക്സ്റ്റ് കണ്ടാൽ സ്റ്റാർട്ട്. മഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേനി നിലാവിൻ വിരഹമെന്നാരോ മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ മൃദുഗന്ധിനിയാക്കി അവളെ പനിനീർ മലരാവിൻ്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാരോ മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ. Sister Anita Mullamparkal, SCBS, our KG session principal, Sister Mary, SCBS, and all teachers. It's my pleasure to standing before you to say vote of thanks. I would like to thank to all teachers and sister and the whole team to conduct full family meet. It's my pleasure to stand thanking you all on behalf of me and the whole parent team. Thank you. From LKGB. Second praise goes to Angel Shiju from LKGB. Angel. Okay. Praises goes to Asrin. Second praise goes to Asrin. And for the mastic competition, the first goes to Sifran. And next, for the second praise goes to Advika and family. Second praise is to Advika and family. For Aditev and family from LKGA. Third praise is to കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആൻഡ് അനധ്യാപകരെ, ഒത്തിരി സന്തോഷം. നമ്മുടെ പേരൻസ് ഒത്തിരി പേര് വരാനുണ്ട്. എങ്കിലും വന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങേയറ്റം, ഇപ്പം നമ്മളിവിടെ ഒരു മത്സരമൊക്കെ നടത്തി ചിലർക്കൊക്കെ കൊടുത്തു, പക്ഷേ എല്ലാവരും കേട്ടോ വളരെ നന്നായിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് മുമ്പോട്ട് വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് രാവിലെ വന്ന് തിരികെ പോകുന്നു. നമുക്കത്രയും ഒരു ബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്നൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയി നമ്മൾ ഒന്നിച്ചു ചേർന്നൊരു ഫാമിലി, ഹോളി ഫാമിലി എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം
നന്നായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒന്നിച്ചു ചേർന്ന് നമ്മളായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ഈ സഹകരണത്തിന്, സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം വരിച്ചവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും ഒരുപോലെ അഭിനന്ദനം അർഹിക്കുന്നു. നമുക്കറിയാം, മത്സരക്കളത്തിൽ എല്ലാവരും ഓടിയാലും എല്ലാവർക്കും സമ്മാനം, ഒന്നാം സമ്മാനം കിട്ടില്ല. അതുപോലെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, റാംബാക്കൊക്കെ പോലുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തു. നമുക്കറിയാം ചിലർക്കൊക്കെ നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൊച്ചു സഹോദരി പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും ഒരു ഫാമിലി അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയെ നമ്മുടെ കൂടെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. ഒത്തിരിയേറെ ദുരനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ സംസാരിച്ചതിന് കൂട്ടത്തിൽ അതൊക്കെ വന്ന് ഇന്നത്തെ മൊബൈലിൻ്റെ യുഗത്തിൽ എത്രമാത്രം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ആയിരിക്കാൻ എല്ലാറ്റിനും ഒരു ലിമിറ്റ്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചവർ പറഞ്ഞു, ശിക്ഷ അവർക്ക് വേദന ഉണ്ടാക്കുന്നു. ഒരിക്കലും ശിക്ഷയല്ല നമ്മൾ കൊടുക്കുന്നത്, ശിക്ഷണം. അത് വേണം, കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നോ കേട്ടാൽ കുഞ്ഞുങ്ങൾ തളർന്നു പോകും. അപ്പോൾ അവർ തെറ്റ് ചെയ്താൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു ബാല്യകാലം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഗ്യാതറിങ് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ഈ സഹകരണത്തിന് ഇവിടെ വന്ന് ഒന്നിച്ചായിരിക്കാൻ ഇത്രയും സമയം, വിലപ്പെട്ട സമയം, തീർച്ചയായും 9 o'clock മുതൽ ഇവിടെ വന്നവരുണ്ട്. ഇപ്പം 12:30 ആകുന്നു. ഇത്രയും സമയം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒന്നിച്ചായിരുന്ന നിങ്ങളുടെ ആ സഹകരണത്തിന് നന്ദി. ഒരിക്കൽ കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തോടെ ഹോളി ഫാമിലിയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചവരാണ് നിങ്ങൾ. പൂർണ്ണ വിശ്വാസത്തോടെ അവർ നല്ല മിടുക്കരായി പഠിപ്പിച്ചിറക്കുമെന്ന് തീർച്ചയായും അതിന് അങ്ങേയറ്റം നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് പരിശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനൊത്തിരി നന്ദി. തുടർന്നും ഇനി പൂജ ഹോളിഡേയ്സൊക്കെ കഴിയുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഇനിയും സ്കൂളിലൊക്കെ ചേരാനുള്ളവരും പ്ലേ ക്ലാസ്സുകളിലേക്ക് വരാനുള്ളവരും ഒക്കെ കാണും. തീർച്ചയായും നിങ്ങൾക്കറിയാവുന്നവരെയൊക്കെ നമ്മുടെ സ്കൂളിനെയും ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. പൂജ ഹോളിഡേയ്സിന് ശേഷം ചേരുവാൻ ആഗ്രഹിക്കുന്നവർ. അതുപോലെ തുടർന്നും തീർച്ചയായും 1, 2 അല്ലെങ്കിൽ KG സെക്ഷൻ കഴിഞ്ഞോ LP കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ എപ്പോഴും പറിച്ചു നട്ട് മറ്റു സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ടാകരുത്. തീർച്ചയായും ഈ കുഞ്ഞിനെ LKGയിൽ കണ്ട ആ സ്കൂളിനും ടീച്ചേഴ്സിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പൾസ് അറിയാം. അവർക്ക് എത്രമാത്രം എവിടെ എത്താൻ സാധിക്കും. അങ്ങേയറ്റം അവരെ മനസ്സിലാക്കി മുഴുവൻ ക്ലാസ്സുകളിലും ഇവിടെ തന്നെ പഠിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്കറിയാവുന്നവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയോ എന്തെങ്കിലും ഇതും കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ തീർച്ചയായും നമ്മൾ ഒന്നിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. അതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ടീച്ചേഴ്സിനെയോ എന്നെയോ ഇൻചാർജ് സിസ്റ്ററുണ്ട്, ആരെ വേണേലും അറിയിച്ച് നമുക്കൊത്തൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മക്കളായി വളർത്താനായിട്ട് ഇടയാകട്ടെ. നമുക്ക് ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയാം, ഇന്ന് നമുക്കിവിടെ ഒന്നിച്ചു ചേരാനായിട്ട് അവസരം കിട്ടിയതിന്. അതുപോലെ ഓരോരുത്തർക്കും ടീച്ചേഴ്സ് ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അവരെ അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന് നമ്മുടെ ഇനാഗുറൽ സെറിമണിയും വോട്ട് താങ്ക്സും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് ഓരോരുത്തർക്കും, നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾക്കാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ആ കുട്ടികൾ ആ ചൈൽഡ്ഹുഡിൽ നിന്ന് വളർന്നു വന്നാൽ അവർക്കത് ലൈഫിൽ എന്നും ഉണ്ടാവും. ആ ട്രോമ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുട്ടി വളരേണ്ടത് നിങ്ങളുടെ സ്നേഹിച്ചും പ്രണയിച്ചും തന്നെ കുട്ടികളെ വളർത്തണം. താങ്ക് യു.
got style, you've got body. Let's get wild. പറയാൻ പോകുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി അബൌട്ട് ദാറ്റ്. എനിക്ക് എടുത്തു പറയാനോ അല്ലെങ്കിൽ എന്താ ഹാപ്പിനെസ് കിട്ടാനോ ഉള്ളൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായില്ല. എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. LKG Bയിൽ പ്രണവ് ഉണ്ണിയുടെ അമ്മയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് ഒഴിവു സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ ഇവരൊക്കെയാണ്. നമുക്ക് കുടുംബം വളരെയേറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് ഈ ഒരു കുടുംബത്തിൽ നിന്നാണ്. ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടിയുടെ നല്ലൊരു സ്വഭാവ ഗുണവും ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ആതിര. ഇവിടെ LKG പഠിക്കുന്ന ശ്രീഹരിയുടെ അമ്മയാണ് ഞാൻ. എനിക്കിവിടെ ഇക്കാര്യത്തിലൂടെ ഇല്ലാതാവുകയാണ്. പക്ഷെ നമ്മൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ കൂടെ കളിക്കുവാനും വേണ്ടി ഇഷ്ടപ്പെട്ട കളറ്, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഇതെല്ലാം അവരിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികൾ, ടോയ്സ്, ഇതെല്ലാം നമ്മൾ അവരിൽ നിന്ന് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ.
अगर आपका गूगल एडसेंस अकाउंट डिसेबल हो चुका